സർക്കാർ ജീവനക്കാരിയെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്ത ഓഫീസ് ജീവനക്കാരനെ പുറത്താക്കി കൈകഴുകാതെ ഈ പരാതി പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാത്തരം കുത്തഴിഞ്ഞ പ്രവർത്തനങ്ങൾക്കും വേദിയാവുകയാണെന്നും ഓഫീസിൽ പരാതി പറയാനെത്തുന്ന സ്ത്രീകൾക്ക് പോലും തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് അവിടെയുള്ളതെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് പ്രശ്നം തീരുന്നില്ലെന്നും ഉത്തരവാദിയായ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണമെന്നും ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി എം സജ്ജാദ് പറഞ്ഞു. ഈ അഞ്ചൽ സ്വദേശിയ സർക്കാർ ഉദ്യോഗസ്ഥരെ നിരന്തരമായി ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുകയാണ്. ഗിരീഷ് എന്ന് മാത്രമല്ല, ഗിരീഷിൻ്റെ കൂട്ടുകാർ കൂടി നമ്പർ കൊടുത്തുകൊണ്ട് നിരന്തരമായി ശല്യം ചെയ്ത് അവരെ ലൈംഗികമായി പോലും പീഡിപ്പിക്കാൻ, അല്ലെങ്കിൽ ലൈംഗികമായി പോലും ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണിച്ച് അഞ്ചൽ സ്വദേശിനിയായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് അതിനെ സംബന്ധിച്ച് യാതൊരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി എടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാവിധ കുത്തഴിഞ്ഞ പ്രവണതകൾക്കും നേതൃത്വം കൊടുക്കുന്ന നിലയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുകയാണ്. തുടർന്ന് ഓരോ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ട് ഇപ്പോൾ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രി പറയുന്നത് ഓഫീസ് സുതാര്യമാണെന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സർവ്വ സാമൂഹിക വിരുദ്ധന്മാരെയും ഓഫീസിലെ സ്റ്റാഫുകളാക്കി വെച്ചുകൊണ്ട് അവിടെ പരാതി കൊടുക്കാൻ ചില സ്ത്രീകൾക്ക് രക്ഷയില്ല. പിന്നെ എങ്ങനെയാണ് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും മുഴുവൻ മനുഷ്യൻ്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിലയിലുള്ള സമീപനം സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്നത്? പ്രതിഷേധ യോഗത്തിന് ഡിവൈഎഫ്ഐ ഏരിയ പ്രസിഡന്റ് പി വി പ്രശാന്ത്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സീന, സഫ്തർ ഹഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.